നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഇന്നും നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ അഭിനയ നാൾവഴികളിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യാം. ലാൽ മോഡൽ സ്കൂളിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥി, MG കോളേജിലെ ഒരു വിദ്യാർത്ഥി. ഒരു പക്ഷേ ലാലിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇതാ ഗവൺമെൻറ് മോഡൽ സ്കൂൾ. ലാലിനെ ഉണ്ടാക്കിയെടുത്തതൊക്കെയാണ്. ഒരു പക്ഷേ ലാലിൻ്റെ DNA ഇതെല്ലാം കയറിയിരിക്കുകയാണ്. ആയിരിക്കാം, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. മോഡൽ സ്കൂള്, MG സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ബെസ്റ്റ് ആക്ടറാന്ന്. ഞാനൊരു 2 മാസം മുമ്പ് ഇവിടെ വീണ്ടും പോയി ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. അത് എന്താ പറയുക, അതൊന്നും പ്രോപ്പറായിട്ടൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരുപാട് വലിയ വലിയ ആൾക്കാർ ലാലിൻ്റെ സ്വഭാവം രൂപീകരിച്ച ഒരു പക്ഷേ ഈ 2-3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകാം, സ്കൂളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സാറന്മാരുണ്ടാകാം. അറിഞ്ഞോ അറിയാതെ നമ്മളെ, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകാം. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ആയിരിക്കാം. അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു. കൗമാരകാലത്തെ താങ്കളുടെ സുഹൃത്തുക്കളോടൊപ്പം താങ്കൾ ചെലവഴിച്ച ദിവസങ്ങളും അതൊക്കെ ഒരുപക്ഷെ താങ്കളെക്കാൾ കൂടുതൽ രസത്തോടെ താങ്കളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും പറയാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓർമ്മയിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഴയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറക്കാനും അത് പിൽക്കാലത്ത് ഇത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ അവർക്ക് അവരുടെ കൂടെയുള്ളൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ സിനിമയിലോ വരുന്ന സമയത്ത് അവർക്ക് റിക്കളക്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ഞാനിങ്ങനെ ലാലിനെ കുറിച്ച് ഇങ്ങനെ പലരോടും സംസാരിച്ചപ്പോൾ നിങ്ങളന്ന് ഉപയോഗിച്ചിരുന്ന പദപ്രയോഗങ്ങളുണ്ട്. ഒരു പദപ്രയോഗം, ഇത് ഞാൻ കണ്ണൂരുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് പലപ്പോഴും നിങ്ങളുടെ തിരുവനന്തപുരം ഭാഷ പിടിയിട്ടാറ്. ഊച്ചാളി പീസ് എന്നൊരു ഭാഷ നിങ്ങൾ അന്നത്തെ പ്രയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവവുമായി അന്നത്തെ ഒരു പ്രത്യേക സ്വഭാവ രീതികളെ ആണോ എനിക്കറിയില്ല. ഞാനത് ഒരു പക്ഷേ ഉണ്ടാകാം. ഊച്ചാളി പീസ് എന്ന് പറയുന്നത് ആണോ ഇന്ത്യൻ കോഫി ഹൗസിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രം. ശരി, പ്രിയൻ ഇപ്പം ഈ കോഫി ഹൗസ് ഒന്നും ഇല്ല, അതൊക്കെ പോയി വേറെ വേറെ തരങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട്. അങ്ങനെ അന്നത്തെ ഏറ്റവും വളരെ രസകരമായ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ നമുക്കൊരു എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഒരു ഹ്യൂമർ എന്ന് പറയുന്ന, ഒരു പക്ഷേ പ്രിയനൊക്കെ പിൽക്കാലത്ത് സിനിമയിലേക്ക് അത് കൊണ്ടുവന്നതൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിരിക്കുന്ന ഹ്യൂമറുകൾ തന്നെയാണ്. എല്ലാം ഒരു തമാശയിലൂടെയാണ് ഞങ്ങളുടെ കൗമാരകാലം കടന്നു പോയത്. അതുകൊണ്ട് ഇപ്പോഴും ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ. പ്രിയനായാലും അശോകായാലും സുരേഷ് ആയാലും മണിയമ്പിള്ള രാജു ആയാലും ഇപ്പം ആ സമയത്ത് കുറച്ച് സീനിയേഴ്സ് ആയിരുന്നു, ജഗദീഷ് ശ്രീകുമാർ, വേണുശേഖരനൊക്കെ. പക്ഷേ ഇപ്പോഴും ആ തമാശയിൽ കൂടെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഭയങ്കര രസമാണ് ഇപ്പോഴും ജീവിതം.